ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് വടാപ്പാവാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി സവാള, ഇഞ്ചി, പച്ചമുളക്, വേപ്പിലേക്ക് അരിഞ്ഞ് വെച്ചാക്കുന്നതാണ്. ഈ കപ്പലണ്ടി ഞാൻ ഇതിന് എണ്ണ ഇടുന്നതിന് മുമ്പ് മൂപ്പിച്ച് ഇങ്ങനെ വെറുതെ വറുത്തെടുത്തതായിരുന്നു. കപ്പലണ്ടി ചട്നി ഉണ്ടാക്കാനാണ് കേട്ടോ വടാപ്പാവിന് വേണ്ടി. ഇനി നമ്മൾ ഈ എണ്ണയിലോട്ട് ഈ അരിഞ്ഞ് വെച്ചേക്കുന്നതൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിക്കുകയാണ്. ഉരുളക്കിഴങ്ങ് ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചതാണ്. ഇനി നമുക്ക് ആ കൊറിയണ്ടറും കൂടി ഈ മല്ലിയിലയും കൂടി നമുക്ക് അരിഞ്ഞെടുക്കാനുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ നല്ലോണം സ്മാഷ് ചെയ്യണം കേട്ടോ. എന്ന് പറഞ്ഞാൽ വലിയ ഉരുളക്കിഴങ്ങിന് ഒരു പീസും കൂടി പാടില്ല, എന്നാലും നല്ലോണം മിക്സ് ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വടാപ്പാവ് കഴിക്കുമ്പോൾ വലിയൊരു കട്ട കടിച്ച പോലെ തോന്നും, അത് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ ഞങ്ങൾ എൻ്റെ പണ്ട് മഹാരാഷ്ട്രയിലായിരുന്നപ്പോൾ ഈ മഴക്കാലത്തൊക്കെ പോയി വടാപ്പാവ് തിന്നാനും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി ബജി തിന്നാനും ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മക്ക് പിന്നെ എൻ്റെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ വടാപ്പാവൊക്കെ കഴിക്കാൻ. അപ്പോൾ നമുക്ക് ഈ ഇത് മസാല ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, ഉള്ളിയൊക്കെ. അന്നത്തോട്ട് നമുക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. എന്നാലും ഞാനിതിപ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു ബെസ്റ്റ് വടാപ്പാവ് എന്ന് പറഞ്ഞൊരു കട ഉണ്ടായി. അവിടെ ഉണ്ടില്ലേ ഈ മസാല, ഗരം മസാല ഇട്ടിൻ്റെ ഒരു ഫ്ലേവറിലുള്ള വടാപ്പാവാണ് കിട്ടുന്നത്. ആ ഒരു ടേസ്റ്റാണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്യുന്നത്. അതാണ് ഞാൻ ഗരം മസാലയും മുളക് പൊടിയൊക്കെ ചേർത്തത്. അതിനകത്തോട്ട് തന്നെ നമ്മൾ സ്മാഷ് ചെയ്ത ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് നല്ലോണം മിക്സ് ആക്കണം. നല്ലോണം മസാല നല്ലോണം മിക്സ് ആയാൽ മാത്രമേ വടക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കഴിക്കുമ്പോൾ. ഉപ്പൊക്കെ കറക്റ്റ് ആയിരിക്കണം. ഇനി ഗ്യാസ് ഓഫാക്കിയത് ഇനി ഉരുളക്കിഴങ്ങ് ഓൾറെഡി കുക്ക്ഡാണ്, മസാലയും ഓൾറെഡി കുക്ക്ഡാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാനുള്ളൂ. അപ്പോൾ ഈ മല്ലിയില കുഞ്ഞായിട്ട് അരിഞ്ഞ് മല്ലിയിലയും കൂടി അതിനകത്ത് ഇട്ട് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാട്ടാ. എന്താണെന്നറിയാമോ, ഈ ചട്ടിയിലിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കുമ്പോൾ കൈ പൊള്ളാൻ ചാൻസ് ഉള്ള കാരണമാണ് ഈ ഇടയ്ക്കായിട്ട് കൈയും പൊള്ളയിൽ ഇത്തിരി കൂടുതലാണ് ഗൈസ്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി, എന്നിട്ട് നല്ലോണം അതിട്ട് ഞാൻ മിക്സ് ആക്കി. ഗൈസ്, നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു കാര്യം മറക്കരുത്, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഭയങ്കര മോട്ടിവേഷനാണ് കേട്ടോ. ഇനി നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിരുന്ന് അപ്പോൾ നമുക്ക് ഇത്തിരി കടലമാവും ഉപ്പും ഇത്തിരി സോഡാപ്പൊടി ഒക്കെ മിക്സ് ആക്കിയിട്ട് അതിലോട്ട് ഈ മസാല ഉരുട്ടി വെച്ച് മസാല എടുത്തിട്ട് അത് വറുത്തെടുക്കണം. ഇത് പുതിന ചട്നിയാണ് കേട്ടോ. പുതിന ചട്നി ഉണ്ടാക്കുമ്പോൾ കൊറിയണ്ടർ, മല്ലിയില, പുതിന ഇല, പച്ചമുളക്, പിന്നെ ഇത്തിരി ഇഞ്ചി നീരും കൂടി ഇട്ട് നല്ലോണം മിക്സറിലിട്ട് അടിക്കുമ്പോൾ പുതിന ചട്നി ആവും. പിന്നെ ഇത് കപ്പലണ്ടിയും ഈ കടലമാവും ഫ്രൈ ചെയ്ത കടലമാവും ഇത്തിരി ഉപ്പും വെളുത്തുള്ളിയും കൂടി ഇട്ട് മിക്സ് ആക്കിയ ചട്നിയാണത്. ഇതെല്ലാം കൂടി ആ പാവിലോട്ട് വെച്ച് ഒരു വടയും കൂടി അങ്ങോട്ട് സ്മാഷ് ചെയ്ത് വെച്ച് ചൂട് ചായയും ആ മുളക് കൂടി കടിച്ച് തിന്നുമ്പോൾ എൻഡിൽ ഗൈസ് അടിപൊളി ടേസ്റ്റാണ്.